കഴിഞ്ഞ സെക്ഷനിൽ നമ്മൾ 5 ഡിഫറെൻ്റ് ആയിട്ടുള്ള MySQL കമാൻഡ്സ് പഠിച്ചു. അത് DDL, DML, DKL തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ നമ്മളിനി ഈ കമാൻഡുകൾ നമ്മൾ MySQL വർക്ക് ബെഞ്ചിൽ എൻ്റർ ചെയ്ത് നോക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യം നോക്കുന്നത് ഇതിൽ സിംഗിൾ റോ അല്ലെങ്കിൽ മൾട്ടി റോ ഫംഗ്ഷൻസ് ആണ്. മൾട്ടി റോ ഫംഗ്ഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഗ്രഗേറ്റ് ഫംഗ്ഷൻ എന്ന് പറയും. പിന്നെ ജോയിൻസ്, സബ് ക്വറീസ്, പിന്നെ അനലിറ്റിക്കൽ വിൻഡോ ഫംഗ്ഷൻസ്, പിന്നെ വ്യൂസ്. ഇതൊക്കെയാണ് നമ്മൾ ഈ കമാൻഡുകളൊക്കെയാണ് നമ്മൾ എക്സ്പെരിമെൻറ്റ് ചെയ്ത് നോക്കാൻ പോകുന്നത്. നമ്മളിപ്പോൾ MySQL വർക്ക് ബേസിൽ ആദ്യം നമ്മൾ ക്രിയേറ്റ് ഡാറ്റാബേസ് ഡെമോ സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ഡാറ്റാബേസ് എന്ന് പറഞ്ഞിട്ടൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ യൂസ് ഡെമോ സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസ് അത് യൂസ് ചെയ്യുന്നതാണ് അർത്ഥം. ഷോ ഡാറ്റാബേസ് സെമിക്കോളൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ ഡാറ്റാബേസുകളും നമുക്ക് കാണിച്ചു തരും. ഷോ ടേബിൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഡാറ്റാബേസിലുള്ള നമ്മൾ യൂസ് ചെയ്യുന്ന ഡാറ്റാബേസിലുള്ള ടേബിളുകൾ നമുക്ക് വിസിബിൾ ആക്കി തരികയാണ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഡ്രോപ്പ് ഡാറ്റാബേസ് ഡെമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആ ഡാറ്റാബേസ് നമ്മൾ ഡ്രോപ്പ് ചെയ്തെന്നാണ് അർത്ഥം. നമ്മളെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ്. നമുക്കിപ്പോൾ ഡെമോ എന്ന് പറഞ്ഞുള്ള ഡാറ്റാബേസ് ഉപയോഗിക്കുന്നതിന് വീണ്ടും നമ്മൾ ആ ലൈനായിട്ട് നോക്കുക, യൂസ് ഡെമോ സെമിക്കോളൻ ഇട്ട് വീണ്ടും അത് യൂസ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡെമോ എന്ന് പറഞ്ഞിട്ടുള്ള ഡാറ്റാബേസിൽ ഒരു ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. സ്റ്റുഡൻറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ടേബിൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ക്രിയേറ്റ് ടേബിൾ സ്റ്റുഡൻറ്റ്, പിന്നെ ബ്രാക്കറ്റിൽ നമ്മൾ കുറച്ച് വേരിയബിളും കൂടി ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ലൈൻ 10 നോക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് സെമിക്കോളൻ ഇടുമ്പോൾ ഒന്നും കാണുന്നില്ല, കാരണം നമ്മളൊരു റോയും ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ലൈൻ നമ്പർ 11 നോക്കുക, ഡിസ്ക് സ്റ്റുഡൻറ്റ് സെമിക്കോളൻ. അപ്പോൾ നമുക്ക് ഫീൽഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഈ ഇൻറ്റീജർ, അതുപോലെ തന്നെ സർനെയിം, മാർക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇനിയാണ് നമ്മൾ ഡാറ്റ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇൻസേർട്ട് ഇൻറ്റു സ്റ്റുഡൻറ്റ് വാല്യൂ എന്ന് പറഞ്ഞിട്ട് ബ്രാക്കറ്റിൽ നമ്മൾ ഡാറ്റ എൻ്റർ ചെയ്ത് തുടങ്ങും. ഈ ലൈൻ 14 നോക്കുക, സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻസ് സെമിക്കോളൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ഡാറ്റ വിസിബിൾ ആവുന്നത് കാണാം. കാരണം നേരത്തെ നമ്മൾ ഈ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് സെമിക്കോളൻ ഇപ്പോൾ ഒന്ന് വിസിബിൾ ആയി, കാരണം റോയിൽ നിന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ലൈൻ നമ്പർ 15 നോക്കുക, അപ്ഡേറ്റ് സ്റ്റുഡൻറ്റ് സെറ്റ് SID = 1001. ഇത് ഓരോ പർട്ടിക്കുലർ സെല്ല് വാല്യൂ അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡാണ്. ലൈൻ നമ്പർ 16 നോക്കുക, ഡിലീറ്റ് ഫ്രം സ്റ്റുഡൻറ്റ് വേർ സ്റ്റുഡൻസ് വേർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒരു പർട്ടിക്കുലർ റെക്കോർഡ് ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. ഇപ്പോൾ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് വേർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കണ്ടീഷൻ വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഫിൽറ്റർ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സെലക്ട് കമാൻഡ് വെച്ചിട്ട് നമുക്ക് വൈൽഡ് ക്യാരക്ടേഴ്സ് വെച്ചിട്ട് നമുക്ക് ഡാറ്റ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സെലക്ട് സ്റ്റാർ ഫ്രം സ്റ്റുഡൻറ്റ് ഓർഡർ ബൈ മാർക്സ് അസെൻഡിങ് ആൻഡ് ഡിസെൻഡിങ് എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് സെമിക്കോളൻ ഇട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ റെക്കോർഡ് മാർക്സിൻ്റെ ബേസിൽ അസെൻഡിങ് ഡിസെൻഡിങ് ഓർഡറിൽ സോർട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സെലക്ട് അവറേജ് ഈ 27th ലൈൻ നോക്കുക, സെലക്ട് അവറേജ് മാർക്സ് ഫ്രം സ്റ്റുഡൻറ്റ് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അവറേജ് മാർക്ക് കാണാം. പിന്നെ അതിന് മുകളിലത്തെ ലൈൻസുകൾ നമുക്ക് സെലക്ട് കറണ്ട് ഡേറ്റ്, സെലക്ട് അപ്പർ കേസ്, ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്യാൻ പറ്റും. ലൈൻ നമ്പർ 30 ഒക്കെ സെലക്ട് ഡിപ്പാർട്ട്മെൻറ്റ് ID, ജോബ് ID, സം ഓഫ് സാലറി ഫ്രം എംപ്ലോയീസ്. ഇതൊരു പർട്ടിക്കുലർ ഗ്രൂപ്പിൻ്റെ എംപ്ലോയി സാലറി നമുക്ക് കണക്കാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കമാൻഡ് ലൈനാണ്. നമ്മൾ ലൈൻ നമ്പർ 34 ഒക്കെ സെലക്ട് എംപ്ലോയീസ് ID, സാലറി, ഡെൻസ് _ റാങ്ക്, ഓപ്പൺ ക്ലോസിംഗ് ബ്രാക്കറ്റ് ഓവർ ഓർഡർ എന്ന് പറഞ്ഞിട്ട്